എല്ലാവർക്കും പാമിസ് കിച്ചൻ വേളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പഴുത്ത മാങ്ങ കൊണ്ട് അച്ചാറാണ്. നമ്മൾ ഈന്തപ്പഴത്തിൻ്റെയും പൈനാപ്പിളിൻ്റെ അച്ചാർ കഴിച്ചിട്ടുണ്ട്. പഴുത്ത മാങ്ങ കൊണ്ട് ഒരു അച്ചാർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അതിന് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എന്തൊക്കെ വേണം നോക്കാം. ഞാൻ 3 മോണ്ട മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 മുഴുവൻ വെളുത്തുള്ളി അരിഞ്ഞെടുക്കുക. ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക്, 1 സ്പൂൺ ഉലുവ പൊടിച്ചത്, 1 സ്പൂൺ കായത്തിൻ്റെ പൊടി, 1 സ്പൂൺ കടുക്, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂൺ സാദാ മുളക് പൊടിയും, ആവശ്യത്തിന് വേപ്പില, 2 സ്പൂൺ വിനാഗിരി, 2 കഷ്ണം ശർക്കര. നമുക്ക് ആദ്യം തന്നെ ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കാം. അതിൽ വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്ത രീതിയിൽ, അതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കുന്നതെങ്കിലും ആ വെള്ളം മാക്സിമം വെള്ളത്തിൻ്റെ തിക്നെസ് കുറച്ച് ഒരു നൂൽ പരുവാവുന്ന വരെ ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കുക. ഈ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോകും. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയിലാണ് അച്ചാർ എപ്പോഴും നന്നായിരിക്കുക. അതിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം വേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതൊക്കെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓയിലിലേക്ക് മുളക് പൊടി ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മുളക് പൊടി പെട്ടെന്ന് തന്നെ കളറ് മാറി കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് ഇത്തിരി വെള്ളത്തിൽ ചാലിച്ച് ഒരു തിക്കായ രൂപത്തിലാക്കിയതിന് ശേഷം ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളറോട് കൂടി അതിരിക്കുകയും കരിഞ്ഞു പോവാതെ കിട്ടുകയും ചെയ്യും. നന്നായിട്ട് പച്ചമണമൊക്കെ പോകുന്നവരെ നമുക്കത് ഇളക്കി കൊടുക്കാം. പച്ചമണം പോയി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, പഴുത്ത മാങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഉലുവപ്പൊടിയും കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര നീരാണ്. ശർക്കര നീര് ഒഴിക്കുമ്പോൾ കാര്യം ശ്രദ്ധിക്കുക, ശർക്കര നീര് ഒന്ന് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുമാത്രമല്ല, ശർക്കര നീര് ഒഴിക്കുന്നത് എപ്പോഴും നമ്മുടെ മാങ്ങയുടെ മധുരത്തിൻ്റെ അളവിനനുസരിച്ചായിരിക്കണം. മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് ശർക്കര നീര് മതിയാവും. ഇവിടെ ഇപ്പോൾ എനിക്ക് ഫുൾ 2 ശർക്കര തന്നെ വേണ്ടി വന്നു. മൂവാണ്ട മാങ്ങ ആയതുകൊണ്ട് തന്നെ 2 ശർക്കര കംപ്ലീറ്റ് ഉരുക്കിയത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം ഇളക്കി കൊടുക്കൊന്നും വേണ്ട. ചെറുതായിട്ടൊരു തിള വന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ചൊറുക്ക 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അത് ഈ പറഞ്ഞോണം ശർക്കരയുടെ നീരിൻ്റെ മധുരവും മാങ്ങയുടെ മധുരമൊക്കെ അപേക്ഷിച്ച് നിങ്ങൾക്ക് രണ്ടും കൂടെ ഈക്വലാവുന്ന രീതിയിൽ ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യത്തിന് ചൊറുക്ക ചേർത്ത് കൊടുക്കാം. അത്രയൊക്കെ ചേർക്കാനുള്ളൂ. അച്ചാർ ഇവിടെ റെഡിയാണ്. നമുക്കിനി തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം കൂടി ആ പാനിൽ വെച്ചേക്കാം. ഒരു 2-3 മിനിറ്റ് ആ പാനിൽ വെച്ചിട്ട് അധിക നേരം ഇരിക്കുന്നതിന് മുൻപേ, അത് മാങ്ങ കുഴഞ്ഞു പോകുന്നതിന് മുൻപേ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഴുത്ത മാങ്ങ കൊണ്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെന്നും ഈന്തപ്പഴവും പൈനാപ്പിളും മാത്രം അച്ചാറുണ്ടാക്കി കഴിച്ചാൽ പോരാ, ഇടയ്ക്കൊക്കെ നമ്മുടെ സ്വന്തം മാങ്ങ കൊണ്ടും അച്ചാറുണ്ടാക്കി കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി സാധനമാണ്. എന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ചാനലിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.